ABC ന്യൂസ് ഇന്ന് പുതിയൊരാളെ പരിചയപ്പെടുത്തുകയാണ്. രാജനന്ദിനി. ഇന്ത്യയിലൊട്ടാകെ വിശിഷ്യ കാശ്മീരിൻ്റെ മുക്കും മൂലയും സുപരിചിതയായ മലയാളി. അങ്ങനെ പറഞ്ഞാൽ പോരാ, തനിച്ച് കാശ്മീരിലെ എല്ലാ പ്രദേശങ്ങളും തീവ്രവാദികൾ അടക്കി വാഴുന്ന ഭീകര സ്ഥലികൾ മുതൽ കുങ്കുമപ്പൂവ് വിടരുന്ന മനോഹരമായ ഭൂപ്രദേശം വരെ തനിച്ച് സഞ്ചരിക്കുന്ന രാജനന്ദിനി ഇന്ന് ABCയിൽ നിങ്ങളെ കാണാൻ വരികയാണ്. സ്വാഗതം രാജനന്ദിനി. നമസ്തേ. എങ്ങനെയാണ് ഈ തനിച്ചുള്ള യാത്രകൾ ആരംഭിച്ചത്? അതൊരു കഥയാണ് ശരിക്കും പറഞ്ഞാൽ. പറയൂ. ഞാൻ 2010 വരെ തികച്ചും ഒരു വീട്ടമ്മയായിരുന്നു. തൊഴിലുള്ള വീട്ടമ്മ, വരുമാനമുള്ള വീട്ടമ്മയായിരുന്നു. മകളുടെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത്രയും ബുദ്ധിമുട്ടും, ഒരു വീട്ടമ്മ എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ, ഇനിയുള്ള ജീവിതം എനിക്ക് വേണം. ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞു, എനിക്ക് ഇനിയൊരു തിരിച്ചു നടത്തം ആവശ്യമുണ്ട്. ഒരു ജീവിതമേ ഉള്ളൂ. നമ്മൾ ബുക്ക് വായിക്കുമ്പോഴൊക്കെ അങ്ങനെയാണല്ലോ, നമ്മൾ ഒരു ജീവിതമേ ഉള്ളൂ, അതിലെനിക്ക് എൻ്റേതായ ഒരു ജീവിതം കൂടി വേണം. അപ്പോൾ കുട്ടികൾ പറഞ്ഞു ഓക്കെ, ഇതുവരെ അപ്പോൾ അമ്മയ്ക്ക് പേടിയൊന്നുമില്ലേ? ഞാൻ യാത്രയാണ് പറഞ്ഞത്. പേടിയൊന്നുമില്ലേ? ഞാൻ പറഞ്ഞു പേടിയില്ല, ഞാൻ എന്നെ സമർപ്പിച്ചിരിക്കുന്ന ഈ പ്രകൃതിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തികച്ചും ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്യണം, എന്നാലേ എനിക്ക് എൻ്റെ രാജ്യം അറിയാൻ പറ്റുള്ളൂ. ഇന്ത്യ മുഴുവനും ഒറ്റയ്ക്ക് പോകണം. കുട്ടികൾ ആദ്യമൊന്നും ഭയന്നു. ഹസ്ബൻഡിനാണെങ്കിൽ ഇത്തിരി പേടിയുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു ഇത് എങ്ങനെ പോവും, എന്താവും എന്നറിയില്ല. ഒന്നാമത് കുട്ടികൾ സൈനിക ഇതിലൊക്കെ ഉള്ളതാണ്. സേനയിലാണ് വർക്ക് ചെയ്യുന്നത്. മകൻ സൈന്യത്തിലാണ്, മകള് പോലീസിലാണ്. ഓക്കെ. പിന്നെ കുട്ടികൾ പറഞ്ഞു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് തോന്നിയൊരു, രസകരമായി തോന്നിയൊരു കാര്യം, നമ്മുടെ സാധാരണക്കാരും അങ്ങനെ ചിന്തിക്കാറില്ല. ഞാൻ ഇത്രയും കാലം നിങ്ങൾക്കൊക്കെ വേണ്ടി ജീവിച്ചു, ഇനി എനിക്ക് വേണ്ടി ജീവിക്കണമെന്ന് ജീവിതത്തിൻ്റെ ആളൊക്കെ പറയും. 50 വയസ്സൊക്കെ കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ സായാഹ്നത്തിലേക്കുള്ള യാത്ര തുടങ്ങുകയാണെന്നൊക്കെ ക്ലീഷയായിട്ട് പറയാറുണ്ട്. അങ്ങനെയൊന്നുമില്ല, ജീവിതം ആരംഭിക്കുന്നേ ഉള്ളൂ. 50 വയസ്സിൽ അല്ലെങ്കിൽ 50 വയസ്സിന് ശേഷം എൻ്റെ ജീവിതം ഇനി ഞാൻ എനിക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് എന്ന് പറയുന്ന ആളുകൾ കേരളത്തിൽ കുറവാണ്. അങ്ങനെ ആളുകൾ അങ്ങനെയും ചിന്തിക്കണം, ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനും. അപ്പോൾ അങ്ങനെ ഒരാളെ കണ്ടുമുട്ടാൻ കഴിഞ്ഞത് വലിയ സന്തോഷമാണ്. നമ്മുടെ ആളുകളൊക്കെ ഇങ്ങനെ മെഴുകുതിരി പോലെ കത്തിത്തീർന്ന് അവസാനം ഉരുകിത്തീർന്ന ഒരു മെഴുക് കഷ്ണമായി വലിച്ചെറിയപ്പെടുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ബഹുഭൂരിപക്ഷം മനുഷ്യരും. അതിനിടയ്ക്കാണ് ഞാൻ ഒറ്റയ്ക്കിനി എനിക്ക് വേണ്ടി പ്രകാശിക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ പ്രേക്ഷകർക്കും ഒരു പുതിയ മാതൃകയാണ് രാജനന്ദിനി പറയുന്നത്. എല്ലാവർക്കും സ്വീകരിക്കാവുന്ന അഭികാമ്യമായ ഒരു മാതൃകയാണത്. എല്ലാവർക്കും വേണ്ടി ജീവിച്ചതിന് ശേഷം നമുക്ക് വേണ്ടി കൂടി നമുക്ക് ജീവിക്കാൻ കഴിയണം. അത് സകല ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് നടത്തുന്ന ഒരു വീട്ടമ്മയ്ക്ക് കുറേ കഴിയുമ്പോൾ തോന്നും ഇത് മാത്രമാണോ ജീവിതം. പുസ്തകം കൂടി വായിക്കുന്ന ഒരാളാവുമ്പോൾ, ഞാൻ നന്നായിട്ട് വായിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ 45-ാമത്തെ വയസ്സിൽ ഞാൻ യാത്ര തുടങ്ങുമ്പോൾ, ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞു, ഞാൻ പിന്നോട്ട് നടക്കുകയായിരുന്നു. എൻ്റെ ആദ്യത്തെ ചിത്രങ്ങളും എൻ്റെ ഫോട്ടോസും ഇപ്പോൾ ഉള്ളതും കാണുമ്പോൾ എനിക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഞാൻ യാത്ര തുടങ്ങിയപ്പോൾ ചെറുപ്പത്തിലേക്ക്, യൗവനത്തിലേക്ക് തിരിച്ചു പോകുമായിരുന്നു. എത്ര വയസ്സിലെത്തി തിരിച്ചു നടന്നു? 61 വയസ്സായി. തിരിച്ചു വന്ന് 34 നിൽക്കുകയാണ്. ഇനി സ്റ്റില്ലാണ്. തീർച്ചയായിട്ടും ട്രക്കിങ്ങിന് പോകാറുണ്ട്. ഒറ്റയ്ക്ക് ട്രക്ക് ചെയ്യുമ്പോൾ സാധാരണ ഞാൻ ചെയ്യാറുള്ളത്, ട്രക്ക് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവും അവിടെ. അപ്പം പുറകിലായിട്ട് ഒറ്റയ്ക്കായിട്ട് ട്രക്ക് ചെയ്യും. എനിക്കറിയാലോ, അത് കാരണം ചില വിജന പ്രദേശങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, കാട്ടിലൊക്കെ. ഈ കാശ്മീരിനോട് ഇത്ര വലിയ പ്രണയം തോന്നാൻ എന്താ കാര്യം? എന്നാണ് ആദ്യമായി കാശ്മീരിൽ പോയത്? കാശ്മീർ കയ്യെത്തി പിടിക്കാൻ പറ്റാത്തൊരു പ്രദേശമായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ഇന്ത്യയിലുടനീളം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാശ്മീർ അപ്രാപ്യമായി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു 2012-13 കാലഘട്ടത്തിൽ യാത്രക്കിടയിൽ ഒരു രണ്ട് ദമ്പതിമാർ ഇങ്ങനെ അവർ വേറെ ഏതോ ഭാഷ സംസാരിച്ച് കടപ്പുറത്ത് കൂടെ നടക്കുക. എവിടെ? കൊച്ചിയിലാണ്? കൊച്ചി കടപ്പുറത്ത്. അപ്പം ഞാൻ ഓടിച്ചെന്നിട്ട് എനിക്ക് ആരോട് സംസാരിക്കണതിനും മടിയില്ലാതായി തുടങ്ങി. ഈ യാത്ര തുടങ്ങിയപ്പോൾ അപരിചിതരൊന്നും ഉള്ളതൊന്നുമില്ല, എല്ലാവരും പരിചിതരാണ്. അങ്ങനെ ഒരു തോന്നൽ വന്നു തുടങ്ങി. അപ്പം ഞാൻ ഓടിച്ചെന്ന് ഇവരോട് ചോദിച്ചു, നിങ്ങൾ ഏത് ഭാഷയിൽ സംസാരിക്കണേ? അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കാശ്മീരിയാണ് എന്ന് ഇംഗ്ലീഷിൽ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ വൈഫിന് സുഖമില്ലാതാകുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരും, 4 മാസം ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടതാണ്. പിന്നെ അവർ കാശ്മീരിലേക്ക് എന്നെ വിളിക്കാൻ തുടങ്ങി. അപ്പോഴൊക്കെ എനിക്ക് പേടി. നമ്മൾ ആദ്യം മനസ്സിൽ വിചാരിക്കുക കാശ്മീർ തീവ്രവാദികളുടെ നാട്, അപ്രാപ്യമായ എന്തോ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു, അങ്ങനെയൊക്കെ ഞാൻ പിന്നെ മടിച്ചു. വീട്ടിൽ പറഞ്ഞപ്പോൾ അയ്യോ വേണ്ട, അയാൾ തീവ്രവാദിയായിരിക്കും. നമ്മൾ ഫസ്റ്റ് തന്നെ കാശ്മീർ എന്ന് ആലോചിക്കുമ്പോൾ ആദ്യം വരിക അവിടുത്തെ ടെററിസമാണ്. ശരിയാണ്, അവരുടെ ടെററിസമാണ്.
പക്ഷേ ഒരു 2014 ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ധൈര്യം വന്നു തുടങ്ങി. അല്ല, ആ സമയത്ത് ആ കാലയളവിൽ 2014 മുമ്പുള്ള കാശ്മീർ എന്ന് പറഞ്ഞാൽ സൈന്യത്തിന് നേരെ കല്ലെറിയുന്ന എന്നും വെടിവെപ്പ് നടക്കുന്ന ഒരു കാശ്മീരായിരുന്നു. ആ സമയത്ത് എറണാകുളത്തിൻ്റെ ഔട്ട്സ്കേർട്ടിലുള്ള തിരുവാങ്കുളത്തെ ഒരു വീട്ടമ്മയ്ക്ക് കാശ്മീരിനെ കുറിച്ച് പ്രണയം തോന്നുക എന്ന് പറയുന്ന വലിയൊരു കണ്ടു കഴിഞ്ഞാൽ ആരായാലും പ്രണയിച്ചു പോകും. അത്തരം ഒരു പ്രദേശമാണ്. ശരിക്കും ലോകത്തിലെ സ്വർഗം ഇവിടെ തന്നെയാണ്. ഈ ഭൂമിയിലെ സ്വർഗം ഇവിടെ നെഹ്റു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ആ ഭൂമിയിലെ സ്വർഗം കാശ്മീരാണ്. അത് സംശയമില്ല. ഇവിടെയാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് എവിടെയോ വായിച്ചിട്ടുള്ളത്. അത് സംശയമില്ലാത്ത കാര്യമാണ്. പറയൂ, കാശ്മീരിൽ പോയ കഥ പറയൂ. ഒരു കഥ പറയാമെന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത്, ആ കഥ വന്നില്ല. ഓക്കെ. അപ്പോൾ ഇദ്ദേഹം ഈ ദമ്പതിമാരെ എന്നെ വിളിക്കും. പിന്നെ അപ്പോൾ വീട്ടിലിങ്ങനെ പറഞ്ഞപ്പോൾ പ്രശ്നം ഉണ്ടായെങ്കിലും ഞാൻ യാത്ര തുടങ്ങി പ്രകൃതിക്ക് സമർപ്പിച്ച ഈ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ജീവൻ എല്ലാം ഈ പ്രകൃതിക്ക് സമർപ്പിച്ചിട്ടാണ് നടപ്പ്. അല്ലെങ്കിൽ പിന്നെ ഒറ്റയ്ക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ പറയുവാണെങ്കിൽ ഈ വിജനതയിൽ ഒരു നിഷ്കളങ്കതയുടെ ഭാവമുണ്ട്. അത് എവിടെ നോക്കിയാലും അങ്ങനെയാണ്. ഗ്രാമങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് തന്നെ നമ്മളിലേക്ക് ആവാഹിച്ചു വെച്ചാൽ തീർച്ചയായിട്ടും നമ്മളെ ആരും അറ്റാക്ക് ചെയ്യില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. തീർച്ചപ്പെടുത്തി കാശ്മീരിന് പോകാം. അങ്ങനെ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ജമ്മുവിൽ ചെന്ന് ഇറങ്ങുവാണ്. അതിന് ഒത്തിരി കഥകളുണ്ട്, അത് പോട്ടെ. 5 മണി, രാവിലെ 5 മണിക്ക് ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും എനിക്കൊരു ടാക്സി കിട്ടി. 12 മണിക്കൂർ എടുത്തു ഞാൻ കാശ്മീരിലെത്താൻ. റോഡുകൾ, ഇടിഞ്ഞ റോഡുകൾ, മലയിടിയുന്നു, റോഡ് ക്ലോസ് ആവുന്നു, ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളാണ്. അന്ന് വണ്ടിയിലുള്ളവരാണ് എനിക്ക് ഭക്ഷണം തന്നത്. എനിക്കറിയില്ല ഇങ്ങനെയൊക്കെ വരും എന്നുള്ളത്. രാത്രി ഞാൻ അവിടെ എത്തിയത്. അപ്പം കാശ്മീരിൽ സന്ധ്യയാവാൻ സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ പകൽ വെളിച്ചത്തിൽ അവിടെ എത്തി. പക്ഷേ ഇതിനിടയ്ക്ക് ഭക്ഷണം തരുന്നു നാട്ടുകാർ, പേടിക്കണ്ടെന്ന് പറയുന്നു. അപ്പം തന്നെ എനിക്കൊരു സമാധാനമായി. ഓക്കെ, അവർ പറയുന്നുണ്ട് ഇവിടെ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കേണ്ട, ഞങ്ങളുണ്ട് എന്ന് വണ്ടിയിലുള്ളവർ പറയുന്നുണ്ട്. അവിടെ ചെന്നിറങ്ങുന്നു. ഞാൻ ഹോട്ടലിലേക്കുള്ള ഓട്ടോ കിട്ടി. അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ ഹോട്ടലാണ്, അവിടെ താമസിക്കുന്നു. പിന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാശ്മീരുണ്ട്. നിങ്ങൾ വന്ന കാശ്മീർ ഇപ്പം കണ്ടല്ലോ, ആളുകളുടെ പെരുമാറ്റം കണ്ടല്ലോ, ഇനി കാണാൻ പോകുന്നത് എൻ്റയർലി ഡിഫറെൻ്റ് ആയ ഒരു കാശ്മീരാണ്. അത് എഴുതാൻ പറ്റുന്നു. ഒരു എഴുത്തുകാരി എന്നുള്ള നിലയ്ക്ക് ഞാൻ അതും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ചില സ്ഥലങ്ങളിൽ കൊണ്ടുപോകാം. അങ്ങനെ അദ്ദേഹവും വൈഫും കൂടിയാണ് എന്നെ പല സ്ഥലങ്ങളിലും, ഗ്രാമങ്ങളിൽ, അവരുടെ ബന്ധുക്കളുടെ വീട്ടിൽ എങ്ങനെയാണ് കാശ്മീരിൻ്റെ കൾച്ചർ, അവരുടെ ഭക്ഷണ രീതികൾ, ജീവിത രീതികൾ, ഈ ഋതുക്കൾ മാറുമ്പോൾ തന്നെ അവരുടെ ജീവിതം മാറും. നമ്മളൊക്കെ എല്ലാ ഋതുക്കളിലും ഒരുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതും അവിടെ വസ്ത്രം, ഭക്ഷണം എല്ലാം മാറും. ചോദിച്ചോട്ടെ, ഈ 21 തവണ ഇപ്പോൾ കാശ്മീരിൽ പോയില്ലേ, ഒന്നാമത്തെ തവണയും 21ാമത്തെ തവണയും കാശ്മീരിലെത്തുമ്പോൾ എന്തെങ്കിലും മാറ്റം കണ്ടോ കാശ്മീരിൽ? ആദ്യം പോയപ്പോൾ 12 മണിക്കൂർ എടുത്തു പറഞ്ഞു. അതെ, ആദ്യം പോയപ്പോൾ 12 മണിക്കൂർ എടുത്തെങ്കിൽ ഇപ്പോൾ പോകുമ്പോൾ എനിക്ക് 4 മണിക്കൂറേ വരുന്നുള്ളൂ. എന്താ? റോഡിൻ്റെ വികസനം, ബൈ റോഡുകൾ വന്നു, രണ്ട് വരി റോഡുകളായി. പിന്നെ മല ഇടിയുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ മല എങ്ങനെയെങ്കിലും ഒന്ന് തട്ടിപ്പൊത്തി വെക്കും, ഇടിഞ്ഞു വീഴും, വീണ്ടും തട്ടിപ്പൊത്തി വെക്കും, അങ്ങനെയായിരുന്നു. പിന്നെ ഇടിഞ്ഞു വീഴും, അതായിരുന്നു പണി. എന്നും വർക്ക് നടക്കും. അതാണ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഹൈ ടെക്നോളജി ഉപയോഗിച്ച് അവർ മലനിരകളെ ഇങ്ങനെ ഈ ഇടിയുന്ന ഭാഗങ്ങളെയൊക്കെ ഹൈ ടെക്നോളജി വെച്ചിട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അത് ഇടിയില്ല. ഈ 2 വരിയാക്കിയപ്പോൾ ബ്ലോക്ക് വരുന്ന പ്രശ്നം മാറി. പിന്നെ ആയുള്ളത് ഈ ചില സ്ഥലങ്ങളിൽ പണി നടക്കുന്നുണ്ട്, ടണലിന്റെ പണി നടക്കുന്നു. 8 മണിക്കൂർ ലാഭിക്കാൻ കഴിയുന്നു. നമ്മുടെ ജീവിതത്തിലെ 8 മണിക്കൂറാണ് സേവ് ചെയ്യുന്നത്. കൃത്യമായിട്ട് ലാഭിക്കാം. അത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സമയം പിന്നോട്ട് നടക്കുന്നില്ലല്ലോ. അപ്പം അതെന്തായാലും നമ്മളെല്ലാവരും കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സമയം. അത് നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. ഇതിപ്പോൾ കാശ്മീരിലേക്ക് പോകുന്ന ഒരാൾ 12 മണിക്കൂർ റോഡിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. റോഡുകളെല്ലാം വികസിച്ചു, കടകൾ വന്നു, നല്ല നല്ല ഹോട്ടലുകൾ, പിന്നെ അവിടുത്തെ ആളുകൾ മാറി. മുമ്പ് അങ്ങനെയല്ലായിരുന്നു. ഇപ്പോൾ ഒരു കാശ്മീരിൻ്റെ ഒരു മാർക്കറ്റിൽ കൂടെ നടക്കുവാണെങ്കിൽ നമ്മൾ പട്ടാളക്കാരേ ഉള്ളൂ. എവിടെ നോക്കിയാലും പട്ടാളക്കാർ. പിന്നെ എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ തീവ്രവാദം നടക്കുന്ന സമയത്തൊക്കെ ഏതാണ്ട് ആ സമയത്ത് ചെന്നിട്ടുണ്ടോ അവിടെ ഈ വയലന്റ് മോബൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്? എൻ്റെ മുമ്പിൽ ഒരു 50 മീറ്റർ മുമ്പിൽ ഒരു ബോംബ് പൊട്ടിയായിരുന്നു. എന്താ സംഭവം? അത് നമ്മുടെ 370 എടുത്തു കളഞ്ഞ സമയത്ത്. റീസെന്റ്
ആ 370 എടുത്തു കളഞ്ഞ സമയത്ത് അമിത്ഷാ വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അന്ന് സകല പോലീസുകാരും പട്ടാളക്കാരും അവിടെ ഉണ്ടായിരുന്നു. വളരെ കാം ആൻഡ് ക്വയറ്റായിരുന്നു അന്ന് കേട്ടോ. ഒരു ബഹളം ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഹർത്താൽ, അതായത് ലോക്കൽ അമിത്ഷാ പോയി 370 എടുത്തു കളഞ്ഞതിന് ശേഷം ഭയങ്കര പ്രശ്നങ്ങളാണ് നടക്കുകയാണ്. ലോക്കൽ പാർട്ടികൾ പറഞ്ഞു ഇവിടെ കട നടത്താൻ പറ്റില്ല. 7 മണി തുടങ്ങി 10 മണി വരെ കട തുറക്കാൻ പാടുള്ളൂ എല്ലാ ദിവസവും. പിന്നെ ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ ആരും കയറരുത്. അപ്പോൾ കണ്ടക്ടറും ഡ്രൈവറും മാത്രമാണ് ഇത് ഓടിക്കുന്നത്. വഴികളൊക്കെ വിജനമാണ്. ഈ 3 മണിക്കൂർ നേരം കട തുറന്നു വെച്ചാൽ ആരാ ഈ തണുപ്പത്ത് വരിക? 10 മണിയാകുമ്പോൾ അടയ്ക്കണ്ടേ? അപ്പം ഇങ്ങനെ നടന്നൊരു സമയത്ത് ഞാൻ ഇതൊന്ന് നേരിട്ടറിയാൻ വേണ്ടി പോയി. ഒരു നവംബറിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ പട്ടാളക്കാരാണ് എന്നോട് ചോദിക്കുന്നത് എന്തിനാ വന്നേ? ഔട്ട്സൈഡറെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിവിടെ കുങ്കുമപ്പൂവിൻ്റെ ബിസിനസ് ഉണ്ട്. കുങ്കുമപ്പൂവുകളുടെ കൂട്ടുകാരിയാണ് അല്ലേ? തീർച്ചയായിട്ടും. അത് ആ കർഷകരെ അവിചാരിതമായി പരിചയപ്പെടാനും പിന്നെയാണ് മനസ്സിലായത് കുങ്കുമപ്പൂവ് ഇതല്ല ഇതാണ്. ഓക്കെ. അപ്പോൾ എനിക്കിങ്ങനെ ബിസിനസ് ഉണ്ട്. ഇവർ പറഞ്ഞു അത് ഈ സമയത്താണോ വരുന്നേ? ഭയങ്കര ബഹളം നടക്കുകയാണ്. ഔട്ട്സൈഡറെ കണ്ടാൽ അപ്പം ഷൂട്ട് ചെയ്യും. ഇതാണ് അവിടുത്തെ തീവ്രവാദികൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതായത് CID ആയിരിക്കും, അതായിരിക്കും ഇൻഫർമേഷന് വേണ്ടി വരുന്നതായിരിക്കും, ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇവർ തന്നെ എന്നിട്ട് ആർമിയുടെ വണ്ടിയിൽ കയറ്റി എന്നെ കൊണ്ടുവന്നു. ആരാണ് നിങ്ങൾ വിളിക്കാൻ വരികയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പോലീസുകാരനാണ്. പോലീസുകാരൻ്റെ നമ്പർ കൊടുത്തു. പോലീസുകാരനെ ഇവർ വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഓൺ ദ വേ ആണെന്ന് പറഞ്ഞു. എന്നാൽ എവിടെ വരുമെന്ന് ചോദിച്ചപ്പോൾ ഹൈദർപോറയിൽ വരാമെന്ന്. അവിടം വരെ ആർമി വണ്ടി വന്നു. അപ്പോഴും ഇദ്ദേഹം എത്തിയിട്ടില്ല. അപ്പോൾ പോലീസിനെ വിളിച്ചു വരുത്തി. പോലീസ് വണ്ടി കാവലിൽ നിർത്തിയിട്ടാണ് എന്നെ ഇദ്ദേഹം വരുന്നവരെ. അത്രയ്ക്ക് പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സമയം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ലാൽ ചൗക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം നടക്കുന്ന സമയം, അറിയാലോ ആ സ്ഥലം. അപ്പോൾ ആ ക്ലോക്ക് ടവറിൻ്റെ അടുത്തായിട്ട് ഒരു ഹോട്ടൽ നോക്കി എനിക്ക് തരണം എന്ന് ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു. അവിടെ നിൽക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു ക്യാമറ എടുക്കരുത്, ബുർഗ കെട്ടണം, വേഷം ഔട്ട്സൈഡറെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം എന്നെ കൊണ്ടുപോവാണ് ഈ തെരുവ് കാണാൻ വേണ്ടി. അപ്പം തെരുവിൽ ഞാൻ കാണുന്ന കഷ്ടപ്പാടാണ്. ഒരു കുബൂസ് പകുതി മുറിച്ച് 10 രൂപയ്ക്ക് കൊടുത്തുകൊണ്ട് അത് കഴിക്കുന്ന ആൾക്കാർ വരെ. കാരണം ഇനി സോഴ്സ് എല്ലാം പോയി, പൈസ കിട്ടുന്ന. അപ്പോൾ പിന്നെ ദാരിദ്ര്യമായി, കടകളില്ല, പ്രശ്നങ്ങൾ നടക്കുന്നു. എല്ലാവരുടെ മുഖത്തും ഒരു ഭയചകിതമായ മുഖമാണ്. ചെറുപ്പക്കാരൊക്കെ പകമൂത്ത മുഖം പോലെ, കൊച്ചുകുട്ടികൾ ചിരിക്കാൻ മറക്കുന്ന കുട്ടികൾ, നിഷ്കളങ്കത ഇല്ലാത്ത ഒരു ഭാവമാണ് കുട്ടികൾക്ക് വരെ അവിടെ ഞാൻ അപ്പോൾ കാണുന്നത് ഈ തീവ്രവാദ സമയങ്ങളിൽ. അത് കഴിഞ്ഞ് ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കോള് വന്നു. പോലീസ് ആണല്ലോ. ഇദ്ദേഹം പറഞ്ഞു ഞാൻ പെട്ടെന്ന് പോവാണ്, രാജ ഒരു കാര്യം ചെയ്യൂ, തിരിച്ചു നടന്നോളൂ, ഹോട്ടലിൽ കയറിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി എന്തോ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ തിരിച്ച് നടന്നിട്ട് ഹോട്ടലിൻ്റെ അവിടെ നിന്ന് മുന്നോട്ട് നടക്കാൻ പോയപ്പോൾ ഈ ഹോട്ടലിൽ അവർ പറഞ്ഞു ഒന്ന് എൻട്രി ചെയ്തിട്ട് മേഡം പോയിക്കോളൂ. അപ്പം ഞാൻ എൻട്രി ചെയ്യാൻ കയറിയപ്പോൾ പട്ടപട്ടേന്നൊരു ശബ്ദം കേട്ടു. പിന്നെ അവരെന്നെ കൈ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി റൂമിൽ അടച്ചിട്ട് പറഞ്ഞു പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞു. അവർക്ക് മനസ്സിലായി ബോംബാണെന്നുള്ളത്. പിന്നെയാണ് അറിയണത് ഒരു 50 മീറ്റർ അപ്പുറം ഞാൻ നടക്കാൻ പോയ ആ സ്ഥലത്ത് ഇത് പൊട്ടി. അത് വയറിൽ ബോംബ് വെച്ച് കെട്ടി വന്നിട്ട് പൊട്ടിത്തെറിച്ചതാണ്. ചാവേർ. എന്തിനു വേണ്ടിയാണെന്നറിയോ? 3 മണിക്കൂറല്ലേ കട തുറക്കാൻ പാടുള്ളൂ എന്നല്ലേ ലോക്കൽ പാർട്ടികളുടെ കണ്ടീഷൻ. ഈ ഹർത്താൽ സമരം നടത്തുന്നവർ ഏത് 370-ക്കെതിരെ അത് 3 മണിക്കൂർ കഴിഞ്ഞു. ഒരു 11:30, അന്ന് സൺഡേ ആയിരുന്നു. അപ്പോൾ സൺഡേ മാർക്കറ്റ് ലാൽ ചൗക്കിൽ ഒരു ഗംഭീര ലോക പ്രശസ്തമാണ് ശരിക്കും. അപ്പോൾ ആ മാർക്കറ്റിൽ കുറച്ച് ഒരു 11 മണി കഴിഞ്ഞതുകൊണ്ട് ബോംബ് 16 പേര് ഇഞ്ചുറായി, 4 പേര് മരിച്ചു. അതിൽ 2 പേര് പോലീസും പട്ടാളവും ആയിരുന്നു എന്നാണ് അന്നത്തെ വാർത്ത വന്നത്. അപ്പോൾ ഇതാണ് അവിടുത്തെ കണ്ടീഷനായിരുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് ആദ്യമായിട്ട് കാശ്മീരിൽ ചെന്നപ്പോഴും ഉള്ള അനുഭവം ഇപ്പോൾ ചെല്ലുമ്പോഴുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. അതിനിടയ്ക്കാണ് ഞാൻ ഇടയ്ക്ക് കയറി ഈ ചോദ്യം ചോദിച്ചത്. തീർച്ചയായിട്ടും നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ. ആദ്യമായിട്ടുള്ള കാശ്മീരാണ്. മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോൾ നിറയെ പട്ടാളക്കാര്, റോഡ് സൈഡിൽ പട്ടാളക്കാര്, ആളുകളുടെ മുഖത്തൊക്കെ ഒരു അസ്വാഭാവികതയാണ്. ആരും സംതൃപ്തരല്ല. പിന്നെ പോയിട്ട് ഇവിടുത്തെ പ്രശ്നം, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവരുടെ സ്വാതന്ത്ര്യത്തിൽ. അതായത് നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എല്ലാം ചെക്കിങ്ങിൽ കൂടെ കടന്നു പോകുന്നത്. സാധാ ജീവിതം വരെ. അതായത് ഇപ്പോൾ ഒരാൾ റോട്ടിൽ കൂടെ നടന്നു പോവുകയാണെങ്കിൽ ID കാർഡ് ചോദിക്കും. അതപ്പോൾ എൻ്റെ നാട്ടിൽ, എൻ്റെ വീട്ടിൽ എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു അസംതൃപ്തിയാണ് ഈ ജനങ്ങൾക്കുള്ളത്. ഇതായിരുന്നു അന്നത്തെ. ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയി ഇപ്പോൾ.
ഇപ്പൊ ഈ 370 എടുത്ത് കളഞ്ഞപ്പോൾ ഇവരെന്നോട് ചോദിക്കുമായിരുന്നു, ഞങ്ങളുടെ 370 ഇന്ത്യക്കാർ എടുത്ത് കളഞ്ഞില്ലേ, അതുവരെ ഹമാര ബേട്ടി എന്ന് പറഞ്ഞ് എന്നെ സ്വീകരിക്കുന്നവർ പോലും ആ സമയമായപ്പോൾ അവർ എതിരായി. എന്നെ കയറക്കാൻ തുടങ്ങി. അങ്ങനെ എടുത്തു കളഞ്ഞില്ലേ, ഞങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങൾ വന്ന് എനിക്ക് കല്യാണം കഴിക്കൂലേ, ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ മലയിടിച്ച് വലിയ വീട് വെക്കില്ലേ, ഞങ്ങളുടെ കച്ചവടത്തിൽ കള്ളം ചേർക്കില്ലേ, അവർ സത്യസന്ധരാണ് കച്ചവടത്തിലൊക്കെ എന്നൊക്കെ ചോദിച്ച് അവർ ഭയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെല്ലാം ശരിയാവും, തിരിച്ചു വരും, 370 തിരിച്ചു വരും എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് അവരുടെ സപ്പോർട്ട് നിൽക്കണമല്ലോ, തടി തപ്പണമല്ലോ. അപ്പോൾ അങ്ങനെ പോയ ഒരു സന്ദർഭമായിരുന്നു. ആ സമയത്തൊക്കെ ഭയങ്കര ബഹളങ്ങളും പ്രശ്നങ്ങളും. പതുക്കെ പതുക്കെ എന്താ സംഭവിച്ചതെന്നറിയാമോ? ചില ഗ്രാമങ്ങളിൽ പോയി ഞാൻ താമസിക്കുമ്പോൾ കണ്ടത്, അവിടെ രാവിലെ 6 മണി തുടങ്ങി 8 മണി വരെ കറണ്ടുള്ളൂ, വൈകിട്ട് 6 മണി 8 മണി 2 മണിക്കൂറേ കറണ്ടുള്ളൂ. അപ്പം ആ സമയത്ത് വേണം ഇവർക്ക് എന്തെങ്കിലും ചെയ്യാം, ബാക്കി കരിക്കലാകുമ്പോൾ ടോർച്ചുമാണ്. ഇവിടേക്കൊക്കെ നമ്മുടെ ജാലിം നദിയിൽ ടണൽ കെട്ടി, ഡാം കെട്ടിയിട്ട് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഓപ്പൺ ചെയ്തു. അങ്ങനെ എല്ലായിടത്തേക്കും ലൈറ്റായി, ഗ്രാമങ്ങൾ മുഴുവനും ലൈറ്റായി കഴിഞ്ഞപ്പോൾ തന്നെ അവർ മാറി, വെളിച്ചെത്തിയ വീടുകളിൽ മാത്രമല്ല മനസ്സുകളിൽ കൂടിയാണ്. തീർച്ചയായിട്ടും ഇരുണ്ട മനസ്സുകൾ, അതാണ് ശരിക്കും പറയേണ്ടത്, ഇരുണ്ട മനസ്സുകളിലേക്ക് വെളിച്ചമെത്തിച്ചു. കറണ്ട് മാത്രമല്ല, അവരുടെ ജീവിത രീതി തന്നെ മാറി. കാരണം രാജ്യത്തിന്റെ കരുതൽ കൂടിയാണ് എത്തിയത്. എപ്പോഴും പാവങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളുകൾ വേണം ഭരിക്കാൻ എന്ന് ഞാൻ പറഞ്ഞു. കിട്ടി ഇത്രയും വർഷത്തിന് ശേഷം ഇപ്പോഴാണ് അവിടുത്തെ ഗ്രാമങ്ങളിൽ ത്രൂ ഔട്ട് കറണ്ട് എത്തുന്നത്, വെളിച്ചം എത്തുന്നത്. അതെ അതെ. ഞാനൊരു ബോണിഗാം എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ പോയി, അതായത് 2 മലകൾക്കിടയിൽ താമസിക്കുന്നവരാ. അവർ പുറനാട് കാണുന്നത് വല്ലപ്പോഴാണ്. കാരണം 2-2.5-3 കിലോമീറ്ററൊക്കെ കുത്തനെയുള്ള ഇറക്കം, 2 നദികൾ ഒക്കെ കടന്നാണ് ഞാൻ അവിടെ എത്തിയത്. ആകെ പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. ഇതുപോലെ മലയിടിഞ്ഞിട്ട് റോഡ് ബ്ലോക്കായപ്പോൾ എനിക്ക് തിരിച്ച് ശ്രീനഗറിലേക്ക് എത്താൻ പറ്റാതെ വണ്ടിയിലുള്ളൊരു പയ്യനാണ് എന്നെ കൊണ്ടുപോയത്. അപ്പം ഞാൻ ശ്രീനഗറിലേക്ക് വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ, വിളിച്ച ആളുടെ കൂടെ പോയിക്കോളൂ, ഇവിടെ സ്ത്രീകളെ ഒരാളും ഉപദ്രവിക്കില്ല. അതാണ് അവരുടെ ഒരു ഇത്. അവർ പറയുന്നത് സ്ത്രീയുടെ സമ്മതമില്ലാതെ അവരെ തൊട്ടാൽ അമ്മയെ 70 തവണ ഭോഗിച്ചതിന് തുല്യമായ പാപമാണെന്നാണ് അവർ വിശ്വസിക്കണേ. അതുകൊണ്ട് ആ വിശ്വാസമുള്ളതുകൊണ്ടായിരിക്കാം ഒരു സ്ത്രീകൾക്കും അവിടെ ഒരു സെക്യൂരിറ്റി ഇഷ്യൂസ് ഇല്ലില്ല, ഒട്ടുമില്ല. അങ്ങനെ ഈ പയ്യൻ്റെ കൂടെ ഞാൻ പോവുകയാണ്. പോയി 2.5 കിലോമീറ്റർ നടന്നു, താഴെ ഇറങ്ങി, നദി 2 മുറിച്ച് കടന്നു. ഒരു മരപ്പാലം ഉണ്ട്, അത് ഇപ്പോൾ വീഴുന്നുള്ള തരത്തിലാണ് ഒരു നദി. ഒരു നദിയിലും പാലവും ഇല്ല, കല്ല് ചവിട്ടി വേണം നടക്കാൻ. ഈ നദികൾക്കൊക്കെ പാലം വന്നു, അവിടെ റോഡ് വന്നു, അവർക്ക് ഇപ്പോൾ വണ്ടി വീട് വരെ എത്തും. പിന്നെ എങ്ങനെ ഈ ലൈറ്റും, പിന്നെ എങ്ങനെ അവർ മാറാതിരിക്കുക? ജീവിതം മാറി, മൊത്തം മാറി. 370 എടുത്ത് കളഞ്ഞത് പരാതി അവർക്ക് മാറി. അത് നന്നായി എന്ന് കാശ്മീരിലെ ജനത അനുഭവിച്ചറിയുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ നരേന്ദ്രമോദി ജനങ്ങളുടെ മനസ്സുകളിലേക്ക് കയറി ചെന്നു എന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും കയറി ചെന്നു. ഇപ്പൊ ആരോട് ചോദിച്ചാലും അവർ പറയുന്നുണ്ട് വി ആർ ഇന്ത്യൻസ്. മുമ്പ് അങ്ങനെയല്ലായിരുന്നു. നിങ്ങൾ ഇന്ത്യക്കാർ എടുത്തു കളഞ്ഞ് എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ വി ആർ ഇന്ത്യൻസ് എന്ന് പറഞ്ഞു തുടങ്ങി. അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്ത്യ എന്ന് പറഞ്ഞവരാണ്. അതുപോലെ ഞങ്ങളുടെ കാശ്മീർ ഇത് സ്വതന്ത്രമാവണം, ഇത് സ്വതന്ത്രമായാലേ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞവര് സ്വതന്ത്രമാവണ്ട, നമ്മുടെ ഇന്ത്യ അങ്ങനെയായി. അതൊരു വലിയ മാറ്റമാണ്. വലിയ മാറ്റം. അപ്പോൾ മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ പ്രേക്ഷകർ കേൾക്കണം. കാരണം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇരിക്കുന്നവർ കാശ്മീരിലുണ്ടായ മാറ്റത്തെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല. വേറെ ചില നറേറ്റീവുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാശ്മീരികളുടെ എന്തോ അവകാശം 370 സ്ക്രാപ്പ് ചെയ്ത് വഴി എടുത്തു കളഞ്ഞു എന്നൊക്കെ ഉള്ള ക്യാമ്പയിൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും നടക്കുന്നുണ്ട്. അതിനിടെയാണ് നമ്മുടെ എറണാകുളം ജില്ലയിലെ തിരുവാങ്കുളം എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് തനിച്ച് കാശ്മീരിലെത്തി 7-8 വർഷം കൊണ്ട് കാശ്മീരിൻ്റെ മുക്കും മൂലയും പഠിച്ച് കുങ്കുമപ്പൂവിൻ്റെ വ്യാപാരം നടത്തി കാശ്മീരിലെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത ഒരു യാത്രിക, അതും വനിത, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയാണ് ഇന്നു മുതൽ ABC-യിൽ നിങ്ങളോട് കാശ്മീർ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വരുന്നത്. ഒരുപാട് കഥകൾ, കേട്ടിട്ടില്ലാത്ത ത്രസിപ്പിക്കുന്ന ഒരുപാട് കഥകളുമായി രാജനന്ദിനി നമ്മോടൊപ്പം ഇനിയുമുണ്ട്. നമുക്ക് ഒരുമിച്ച് കാശ്മീരിലേക്ക് യാത്ര ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.